താരസംഘടനയെ നയിക്കാനിരുന്ന മോഹൻലാലിന്റെ നിലപാട് അമ്മയ്ക്ക് നൽകുന്നത് പുതിയ പ്രതിസന്ധി. താരസംഘടനയിലെ അംഗങ്ങൾ ഒന്നാകെ കൈപൊക്കി ആവശ്യപ്പെട്ടിട്ടും മോഹൻലാൽ പിന്നോട്ട് പോകുന്നത് സമീപകാല വിവാദങ്ങളടക്കം കണക്കിലെടുത്താണ്. പല യുവനടന്മാരും ഉണ്ടാക്കുന്ന തലവേദനകൾ മോഹൻലാലിന് വേദനയുണ്ട്. യുവനടന്റെ ചിത്രം താരസംഘടനയുടെ പോസ്റ്ററിൽ നിന്ന് പോലും ഒഴിവാക്കി. ഇതിനൊപ്പം ബാബുരാജിനെ പോലൊരു ജനറൽ സെക്രട്ടറി ഇനി അമ്മയ്ക്ക് എത്തുമെന്ന വിലയിരുത്തലും സജീവം. ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാം ലാൽ അറിഞ്ഞിരുന്നു. തിരക്ക് പിടിച്ച അഭിനയ ജീവിതം മോഹൻലാലിന് മുന്നിലുണ്ട്. തുടരും സിനിമയുടെ വൻ വിജയം നൽകിയത് ഈ സൂചനകളാണ്. അതുകൊണ്ട് തന്നെ സിനിമകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനാണ് മോഹൻലാലിന്റെ ശ്രമം. വിവാദങ്ങൾക്ക് പുറകെ പോയി ശത്രുക്കളെ സൃഷ്ടിക്കാനും മോഹൻലാൽ ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ജനറൽ ബോഡിയിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു ഗജവീരനാണ് അമ്മയുടെ പ്രസിഡന്റ് ആകേണ്ടതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. സംഘടന പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമമുണ്ടായത് മോഹൻലാലിനെ വേദനിപ്പിച്ചു എന്നായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം. നടൻ ബൈജു സന്തോഷ് തന്റെ പ്രസംഗത്തിനിടെ മോഹൻലാൽ തുടരണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അംഗങ്ങൾ ഒന്നടക്കം കൈപൊക്കി. സമ്മർദ്ദം മുറുകിയപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ, മത്സരിക്കുന്ന കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാമല്ലോ എന്നായി മോഹൻലാൽ. പക്ഷേ ലാലിനി മത്സരിക്കില്ലെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ തീർത്തു പറഞ്ഞതോടെ മലയാളത്തിലെ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 3 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താനാണ് ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായത്. അതുവരെ നിലവിലുള്ള അഡ്ഹോക് കമ്മിറ്റി തുടരും. പുതിയ ഭരണസമിതി നിലവിൽ വരാത്തതിനാൽ മലയാള സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു വിഷയങ്ങളൊന്നും ജനറൽ ബോഡിയിൽ ചർച്ചയായില്ല. അതീവ രഹസ്യമായിട്ടാണ് ചർച്ചകൾ നടത്തിയത്. കഴിഞ്ഞ തവണ ചർച്ചകൾ മുഴുവൻ തത്സമയം യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലെ തർക്കമടക്കം പൊതുസമൂഹത്തിലെത്തി. അതുകൊണ്ട് തന്നെ ഇത്തവണ ലൈവ് ഒഴിവാക്കി. ഏറെ നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താനുള്ള തീരുമാനമുണ്ടായത്. കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തുമെന്ന് ഏവരും പ്രചരിപ്പിച്ചു. വോട്ടെടുപ്പില്ലാതെ തന്നെ മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് ജനറൽ ബോഡി തീരുമാനിച്ചു. രാജിവെച്ച ശേഷം അഡ്ഹോക് കമ്മിറ്റിയെ തുടരുന്നവർ തന്നെ വീണ്ടും ഭരണസമിതിയിൽ വരട്ടെ എന്നുള്ള ചർച്ചയും സജീവമായി. ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകട്ടെ എന്നതായിരുന്നു ആ ഗ്രൂപ്പിന്റെ നിലപാട്. എന്നാൽ ഇതൊന്നും ലാൽ അംഗീകരിച്ചില്ല. താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ കടുത്ത നിലപാട് സ്വീകരിച്ചു. പല വിവാദങ്ങളും ചേർത്തല ജയൻ അടക്കമുള്ളവർ സ്വീകരിച്ച പരസ്യ നിലപാടുകൾ മോഹൻലാലിനെ വേദനിപ്പിച്ചിരുന്നു. 20ഓളം പേർ ജനറൽ ബോഡിയിൽ മോഹൻലാലിന് വേണ്ടി ശക്തമായി വാദിച്ചു. മോഹൻലാൽ തുടരില്ല എന്ന് വ്യക്തമായതോടെ അംഗങ്ങൾ പ്രതിഷേധിച്ചു. എന്നാൽ നിലപാട് മാറ്റാൻ മോഹൻലാൽ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് വരട്ടെയെന്നും പുതിയ ആളുകൾ നേതൃത്വത്തിലുണ്ടാകണമെന്നും മോഹൻലാൽ പറഞ്ഞു. ഇതോടെയാണ് അഡ്ഹോക് കമ്മിറ്റി 3 മാസം കൂടി തുടരാനും അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായത്. താൻ പ്രസിഡന്റാകാൻ ഇല്ലെന്നും സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ അംഗങ്ങളോ ചെറുപ്പക്കാരോ സ്ത്രീകളോ വരട്ടെയെന്നും മോഹൻലാൽ നിലപാടെടുത്തു. അംഗങ്ങൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾ അമ്മയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടായതിനാൽ നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ച സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ഉചിതമെന്നും ലാൽ പറഞ്ഞു. കൈനീട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാതെയാണ് യോഗം പിരിഞ്ഞത്. പുതിയ ഭരണസമിതി വന്ന ശേഷം ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. 500 അംഗങ്ങളിൽ 320 പേർ പൊതുയോഗത്തിലെത്തി. മുതിർന്ന നടൻ മധു ഓൺലൈനായി പങ്കെടുത്തു. ജഗതി ശ്രീകുമാർ 15 വർഷത്തിന് ശേഷം യോഗത്തിലെത്തി. നിരവധി ചിത്രങ്ങളാണ് അതേസമയം മോഹൻലാലിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ദൃശ്യത്തിന്റെ 3ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്ന വിവരങ്ങളും പുറത്തുവന്നു. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ശ്രീലങ്കയിലും മറ്റുമായി ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്.